ഹലോ ഫ്രണ്ട്സ്, സാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വൈറ്റ് ചന്ന കറി ഉണ്ടാക്കാം. ഓക്കെ, കടലക്കറി. നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് 2 വലിയുള്ളി നന്നായിട്ട് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കണം. അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു 3 പച്ചമുളക്, 2 തക്കാളി കട്ട് ചെയ്തെടുത്തത് അതുകൂടെ ജാറിൽ നന്നായിട്ട് ക്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതിനിടയ്ക്ക് നമുക്ക് ഉള്ളി വഴറ്റാൻ വെച്ചത് ഓർമ്മയുണ്ടല്ലോ, അതിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. കൂടാതെ ചെറിയുള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടെ ക്രഷ് ചെയ്തെടുത്തത് കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട അടുത്ത ചേരുവ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി. ഞാനൊരു ചെറിയ സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും തക്കാളിയും പെരിഞ്ജീരകവും അത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോഴാണ് മസാല നന്നായിട്ട് വഴണ്ടി കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആവാൻ നമുക്കത് ചെയ്യാം. ഇനി കുക്കറിൽ ഞാൻ ചന്ന വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. തൊലി കളയാതെയാണ് ഞാൻ പൊട്ടാറ്റോ ഇതിലിട്ട് കൊടുത്തത്. നമുക്കിതിൻ്റെ തൊലി കളയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 പണിയില്ല. അതായത് ഒരുമിച്ച് വിസിൽ കുക്കറിൽ വെക്കുകയാണെങ്കിൽ 2 ഒരുമിച്ച് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇത് വളരെ എളുപ്പമുള്ളൊരു പണിയാണ്. കാരണം തൊലി ഇങ്ങനെ വേവിച്ചിട്ട് കളയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി കളയാൻ പറ്റും. അത്ര ടഫ് ജോബേ അല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ വേവിച്ച് വെച്ച കടല ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം. നന്നായിട്ട് ഉടയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് കടകോല് വെച്ചിട്ട്, ഇതിന് കടകോല് എന്നാണ് ഞാൻ പറയുക, നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി. നന്നായിട്ട് ഉടയ്ക്കരുത്, ചെറുതായിട്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഉരുളക്കിഴങ്ങ് തൊലി കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ മസാലയിലോട്ട് ചന്ന ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് അതേ കടകോല് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടകോല് ഉപയോഗിച്ചിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി നമ്മൾ നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചതച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൂടെ നമ്മൾ നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ഇതൊന്ന് കറിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് കറിയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇനി ഒന്ന് തിളയ്ക്കണം. ഓക്കെ, നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മുടെ കറി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ജീരകപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ആഡ് ചെയ്തത് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയാണ്. അതുകൂടി ഒന്ന് ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിയില കൂടി മേലെ വിതറി കൊടുക്കുക. മൂടി വയ്ക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തു. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ട പുഴുങ്ങിയത് കൂടെ ഈ കറിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പൊറാട്ട, ചപ്പാത്തി, അതുപോലെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ല രീതിക്ക് ടേസ്റ്റോട് തന്നെ കഴിക്കാൻ നമുക്ക് പറ്റും. എല്ലാവരും ഏതൊരു ഭക്ഷണമാണെങ്കിലും ഈ കറീൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ വൺസ് അഗെയിൻ.